കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടിയും കവർന്നത് അയൽക്കാരൻ. പൊന്നും പണവും ഒളിപ്പിച്ചത് വീട്ടിലുണ്ടാക്കിയ രഹസ്യറയിൽ. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ കൊള്ള നടന്നത് കഴിഞ്ഞ മാസം 20-ന്. ഫിൻജാൽ ചുഴലിക്കാറ്റിൽ മരണം 13ആയി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ജനജീവിതം ദുരിതപൂർണം. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടി കാണാതായ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. 4 ആൾക്കായി തിരച്ചിൽ. വിഴുപ്പുരത്ത് 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. രക്ഷാദൌത്യവുമായി കരസേനയും രംഗത്ത്. ഫിൻജാൽ എഫക്റ്റിൽ കേരളവും അതീവ ജാഗ്രതയിൽ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ റെഡ് അലേർട്ട്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി. മലയോര മേഖലയിൽ അതീവ ജാഗ്രത. സമ്മേളന കാലത്തെ വിഭാഗീയതയിൽ CPM-ന് ആശങ്ക. എതിർസ്വരങ്ങൾ ഒറ്റപ്പെട്ടതെന്ന് വിശദീകരിക്കുമ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്നില്ല. തിരുവനന്തപുരത്ത് വി ജോയ്ക്കെതിരെ വാളെടുത്ത മധു മുല്ലശ്ശേരിയെ പുറത്താക്കിയേക്കും. മധു BJP-യിലേക്കെന്ന് സൂചന. MP ഗോവിന്ദൻ നേരിട്ടെത്തിയിട്ടും അടങ്ങാതെ പത്തനംതിട്ടയിലെ തമ്മിലടി. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിലെ 2 ജാമ്യ ഹർജികളിൽ ഇന്ന് വിധി. ഹൈക്കോടതി വിധി പറയുക PR അരവിന്ദാക്ഷന്റെയും CK ജിൽസിന്റെയും ജാമ്യാപേക്ഷകളിൽ. ED കേസിൽ അറസ്റ്റിലായ ഇരുവരും 1 വർഷമായി റിമാൻഡിൽ. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അതൃപ്തി. ശരത് പവാർ പക്ഷത്തിനും തൃണമൂലിനും പിന്നാലെ എതിർപ്പ് പരസ്യമാക്കി ഇടതു പാർട്ടികളും. ഇന്നത്തെ സഖ്യയോഗത്തിൽ ഉന്നയിക്കും. ഇന്നും ഇരുസഭകളിലും ബഹളത്തിന് സാധ്യത. സംഭലിന് പിന്നാലെ UP-യിൽ മറ്റൊരു പള്ളിയുടെ പേരിലും അവകാശ തർക്കം. ബദായും ഷാഹി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം പൊളിച്ചെന്ന അഖില ഭാരതീയ ഹിന്ദു മഹാസഭ. കേസ് 5-ാം തീയതി കോടതി പരിഗണിക്കും.